ഇരിഞ്ഞാലക്കുട ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ഉൾപ്പെടെയുള്ളവരെ ബാങ്ക് കെട്ടിടത്തിനുള്ളിൽ പൂട്ടിയിട്ടു. തുടർന്ന് സംഘർഷാവസ്ഥയായതോടെ പോലീസ് ലാത്തിവീശി ഇരുവിഭാഗങ്ങളെയും ഓടിച്ചു. ബുധനാഴ്ച രാത്രി 10-നാണ് സംഭവം. നഗരസഭാ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ബാങ്ക് കെട്ടിടത്തിൽ ചെയർമാൻ MP ജാക്സനെ കൂടാതെ ടൗൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TV ചാർലി, വൈസ് ചെയർമാൻ വേണുഗോപാൽ, ഗ്രാമവികസന ബാങ്ക് പാനൽ വിമത സ്ഥാനാർത്ഥി ആന്റോ വർഗീസ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. DCC അംഗം അഡ്വക്കേറ്റ് സുനിൽ കോലുകുളങ്ങര, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര, വിനോദ് തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് കെട്ടിടം പൂട്ടിയിട്ടത്. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് യോഗമാണെന്ന് ആരോപിച്ചാണ് കെട്ടിടത്തിലുള്ളവരെ പൂട്ടിയിട്ടത്. സംഭവമറിഞ്ഞ് ഇരുപക്ഷത്തുമുള്ള ആളുകൾ കൂടിയതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇരിഞ്ഞാലക്കുട CI ഫേമസ് വർഗീസ്, SI PS സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയെങ്കിലും ആരും പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. പിന്നീട് പോലീസ് തന്നെ പൂട്ടു തുറന്നു കെട്ടിടത്തിനുള്ളിൽപ്പെട്ടവരെ പുറത്തിറക്കി.